4ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ പാർട്ട് 2 പാഠപുസ്തകത്തിലെ ചോദ്യം എന്ന് പറയുന്ന ചിത്രകഥയും അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. സ്നേഹവും സമഭാവനയുമെല്ലാം നമ്മുടെ സംഭാഷണത്തിൽ കടന്നു വരണം. ഉറുമ്പിൻ്റെ ചോദ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ നമ്മൾ സ്നേഹവും സമഭാവനയും കുറിച്ചിട്ടുള്ള കവിത പഠിച്ചു അല്ലേ. ഇവിടെ ചോദ്യം, ഇവിടെ നമുക്കൊരു പിക്ചർ കഥയാണ് തന്നിട്ടുള്ളത്. ചിത്രത്തിൽ കാണാം ആനയുണ്ട്, ആനയുടെ പുറത്ത് ഒരു ഉറുമ്പിരിക്കുന്നുണ്ട്, ഒരു തവളക്കുട്ടൻ ചാടി ചാടി പോകുന്നുണ്ട് അല്ലേ. ഉറുമ്പ് ചോദിക്കുകയാണ്, എങ്ങോട്ടാണാവോ ഇങ്ങനെ ചാടി ചാടി അല്ലേ, ഒരു കുശലം ചോദിക്കുന്ന പോലെ ചോദിക്കുകയാണ്. അപ്പോൾ തവള എന്താ പറയുന്നത്? ചാടി ചാടി അല്ലാതെ പിന്നെ തുഴഞ്ഞു പോണോ? അല്ല പിന്നെ അല്ലേ. ആ ഒരു ചോദ്യത്തിന് ഒരു അഹങ്കാരം പോലെയുള്ള മറുപടിയാണ് പറഞ്ഞത്. പിന്നീട് ഉറുമ്പ് ചോദിക്കുന്നുണ്ട് ഒരു കിളിയെ കണ്ടപ്പോൾ, ഈ പറന്നുള്ള പോക്ക് എങ്ങോട്ടാണാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കിളി എന്താ പറയുന്നത്? പറന്നല്ലാതെ നീന്തി പോണോ? ഓരോ ചോദ്യം കേട്ടില്ലേ അല്ലേ. ഒരു തർക്കുത്തരം രീതിയിലുള്ള മറുപടിയാണ് ആര്? കിളിയും പറഞ്ഞത്. ഇനി പിന്നെയും അങ്ങനെ നടന്നു പോകുമ്പോൾ അപ്പോഴാണ് ഒരു പാമ്പ് ഇഴഞ്ഞു പോകുന്നത് കണ്ടത്. അപ്പോൾ ഉറുമ്പ് ചോദിക്കുക, ഇഴഞ്ഞ് എങ്ങോട്ടാ രാവിലെ തന്നെ? ഈ പാവങ്ങളും ജീവിച്ചു പോയിക്കോട്ടെ, അവൻ്റെ ഒരു അഹങ്കാരം അല്ലേ. പാമ്പും പറയാണ്, പാമ്പും അതേ രീതിയിലുള്ള മറുപടിയാണ് കൊടുത്തത്. പിന്നീട് എന്ത് സംഭവിച്ചു? ഉറുമ്പ് പറയാ, ഒരാളോട് ഒന്നും ചോദിച്ചുകൂടല്ലോ, ആരോടും ഒന്നും ചോദിക്കാൻ പാടില്ല. അപ്പോൾ ആന എന്താ പറയുന്നത്? കൊടുത്തതേ കിട്ടൂ, വിതച്ചതേ കൊയ്യൂ അല്ലേ. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതേ നമുക്ക് കിട്ടൂ, നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അതേ കൊയ്യൂ അല്ലേ. NT രാജീവ് എഴുതിയ ആനക്കാര്യം എൻ്റെ കാര്യവും എന്ന് പറയുന്ന ഭാഗത്ത് നിന്നെടുത്ത ഒരു ചെറിയ സ്റ്റോറിയാണ്. ഇനി ഈ കഥയിൽ നിന്നും നമുക്ക് 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ചോദ്യങ്ങളിൽ നിന്ന് ഉറുമ്പിൻ്റെ സ്വഭാവത്തെ പറ്റി എന്തെല്ലാം മനസ്സിലാക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ സ്നേഹവും സമഭാവനയും അനുഭവപ്പെടുന്ന തരത്തിൽ ഒരു സംഭാഷണം മാറ്റി എഴുതി കാർട്ടൂൺ തയ്യാറാക്കാനും പറഞ്ഞിട്ടുണ്ട്. എന്തെഴുതാം? ഉറുമ്പ് വളരെ ധൈര്യമുള്ളതും ബുദ്ധിയുള്ളതും ആത്മവിശ്വാസമുള്ളതുമാണ് അല്ലേ. വലുപ്പം ചെറുതായിട്ടും അത് ആനയോടും മറ്റു ജീവികളോടും ഭയമില്ലാതെയാണ് സംസാരിക്കുന്നത്. സ്വന്തം കഴിവിൽ എന്താണ്? ഉറച്ച വിശ്വാസമുള്ളത് ഉറുമ്പിൻ്റെ സ്വഭാവമാണ് അല്ലേ. വേറെ രീതിയിലും നിങ്ങൾക്ക് ആൻസർ എഴുതാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് സംഭാഷണം എഴുതാനാണ്. ഉറുമ്പ് ചോദിക്കുകയാണ്, എന്നെ ചെറുതാണെന്ന് പറഞ്ഞ് അവഗണിക്കരുത്, വലുപ്പമല്ല ധൈര്യവും ബുദ്ധിയുമാണ് പ്രധാനപ്പെട്ടത് അല്ലേ. ഉറുമ്പ് ചെറിയൊരു ജീവിയാണ്. അപ്പോൾ എല്ലാവരും മറുപടി കൊടുത്തത് ഒരു തർക്കുത്തരം രീതിയിലാണ്. അപ്പോൾ ആന പറയാണ്, നീ പറയുന്നത് സത്യമാണ്, ഞാൻ വലുതാണെങ്കിലും എല്ലാ കാര്യങ്ങളും എനിക്ക് മാത്രമല്ല. ഉറുമ്പ് പറയാ, ചെറിയവർക്കും വലിയ കഴിവുണ്ടാകും, അവസരം കിട്ടിയാൽ ഞങ്ങളും അത് തെളിയിക്കും. ആന പറയാ, ഇത് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കി, ഇനി മുതൽ ആരെയും ചെറുതായി കാണില്ല. ഉറുമ്പ് പറയാ, അതാണ് ശരി, എല്ലാവരും ഒരുപോലെ ബഹുമാനിക്കണം അല്ലെ, എല്ലാവരെയും ഒരുപോലെ ബഹുമാനിക്കണം. ആന, നിനക്ക് നന്ദി, നീ എന്നെ ഒരു നല്ല പാഠം പഠിപ്പിച്ചു. ഇങ്ങനെയുള്ള സംഭാഷണം നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോ ആണ്. ഈ ഒരു ഭാഗത്തിൻ്റെ മുഴുവൻ ക്വസ്റ്റ്യനും ആൻസറും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.